ചന്തക്കോസ്തിൽ കൂട്ടയടി. ഇവന്മാർ പെന്തക്കോസ്തല്ല, വെറും ചന്തക്കോസ്താണെന്ന് നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ പറയും. IPC ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ ചർച്ചിന്റെ എബനേസർ മേഖല വെണ്ണിക്കുളം സഭയിൽ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന പൈശാചിക ആരാധന കാണുക. ഒരു വശത്ത് തെറിവിളിയും അടിപിടിയും മുറപോലെ നടക്കുമ്പോൾ പരമേശന് സതതം പാടുന്ന ആ പ്ലാച്ചറുടെ അഭിഷേകം നാം കാണാതെ പോകരുത്. ഓ ഗ്ലോറി ഗ്ലോറി ശബല ബബല ശംദലേ ബൗഡ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ അഞ്ചു വർഷമായി നല്ല വരവുള്ള ആ കേന്ദ്രത്തിൽ അട്ടിപ്പറി കിടക്കുന്ന ബിനു എന്ന പാച്ചറെ മാറ്റണം എന്ന നിലപാടെടുത്ത കുറെ വിശ്വാസികളും സെന്റർ പാസ്റ്റർ വത്സന്റെ ഗുണ്ടകളും തമ്മിലുള്ള അടിപിടിയാണ് നമ്മൾ അല്പസമയം മുമ്പ് കണ്ടത്. ഇനി എന്താണ് സംഭവിച്ചത് എന്ന് ഈ വിഷയത്തിൽ പുറത്തു പോകേണ്ടി വന്ന ഒരു മുൻ ഓഡിറ്റർ ജോയ്കുട്ടി വർഗീസ് വിശദീകരിക്കുന്നത് കേൾക്കുക. അതെന്തുവായിരുന്നു ശരിക്കും സംഭവിച്ചത്? ചർച്ചിൽ നിന്ന് അനധികൃതമായിട്ട് 68 ലോഡ് മണലും 10-15 ലോഡ് പാറയും പാസ്റ്ററും കൂട്ടാളികളും കൂടെ അവിടുന്ന് കടത്തി. ഏത് ഈ പാസ്റ്ററോ? ഈ പാസ്റ്റർ ഏത് ഈ ബിനു പാസ്റ്റർ എന്ന് പറഞ്ഞ ആളോ? ബിനു പാസ്റ്റർ എന്ന് പറഞ്ഞ ആള്. ബിനു പാസ്റ്ററും അത് പാസ്റ്ററുടെ കൂടെ രണ്ടുപേരുണ്ടായിരുന്നു. കമ്മിറ്റി അല്ല, അന്ന് കമ്മിറ്റി ഇല്ലാത്ത ഒരു സാഹചര്യമാണ്. പാസ്റ്റർമാര് മോട്ടിക്കുവോ? കൊള്ളാം. എന്തൊക്കെയാ മോട്ടിച്ചത്? 68 ലോഡ് മണ്ണും 10-15 ലോഡ് പാറ പൊട്ടിച്ചതും കൂടെ അവിടുന്ന് കടത്തി. അവിടുന്ന് കടത്തി കഴിഞ്ഞപ്പം ജനറൽ ബോഡി കൂടാൻ വേണ്ടി ഇവർ തീരുമാനിച്ചു.
ജനറൽ ബോഡി കൂടാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ ഈ ബേബി ആ അടി കൊള്ളുന്ന പുള്ളി പറഞ്ഞു, ജനറൽ ബോഡി കൂടുമ്പോൾ ഈ 68 ലോഡ് മണലും ഈ കല്ലും ഇവിടുന്ന് വിറ്റതിന്റെ കണക്ക് ആനുവൽ റിപ്പോർട്ട് അത് കാണിക്കണമെന്ന് പറഞ്ഞു. അത് അവർ കാണിച്ചില്ല. അപ്പോൾ അവർ പറഞ്ഞു, അവരെ സഭയിൽ പരസ്യമായിട്ട് 4-5 പേരെ പാസ്റ്ററെ അനുകൂലിക്കുന്ന 4-5 പേര് എണീറ്റ് പറഞ്ഞു, അത് ഈ പുള്ളിക്കാരനാണ്, ഈ അടി കൊണ്ട പുള്ളി ബേബി എന്നാ പുള്ളിയുടെ പേര്. ബേബിയാണ് പറയുന്നത്. ബേബിയാണോ? ബേബി മാത്യു എം കുരുവിള എന്നാ പുള്ളിയുടെ പേര്. അതാ ബേബി. അപ്പം ബേബിയാ ഇത് മൂട്ടിച്ചു വന്ന് ഇവര് സഭായോഗം കഴിഞ്ഞതിന് ശേഷം അതിന് കുറച്ച് ദിവസം അതിന് മുമ്പ് അങ്ങനെ ഇവര് പബ്ലിഷ് ചെയ്തു. ഈ പാസ്റ്ററും വേറെ ചിലരും കൂടെ പബ്ലിഷ് ചെയ്തു. പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞപ്പം അത് ബേബി എല്ലാം മൂട്ടിച്ചതെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കായി? ബേബിക്കായി. പിന്നെ ആ മണ്ണ് കൊണ്ടുപോകുന്നതായിട്ട് സംസാരിച്ചു. ആ മണ്ണ് കൊണ്ടുപോയതിന്റെ വോയിസ് ക്ലിപ്പ് ഒക്കെ ഉണ്ട്. പാസ്റ്ററെ പല പ്രാവശ്യം ബന്ധപ്പെട്ട് പാസ്റ്റർ അതിനായിട്ട് ഇടപെട്ടിട്ടില്ല എന്നും പറഞ്ഞൊക്കെ വോയിസ് ക്ലിപ്പ് ഒക്കെ ഉണ്ട്. അപ്പം ഈ വോയിസ് ക്ലിപ്പ് ഒക്കെ വെച്ചുകൊണ്ട് ഞാൻ പാസ്റ്റർക്ക് മെസ്സേജ് അയച്ചു, പാസ്റ്ററെ ആ വോയിസ് ക്ലിപ്പ് അനുസരിച്ച് ബേബി എല്ലാം മൂട്ടിച്ചത് ബേബി ഇതിനകത്ത് നിരപരാധിയാണെന്ന് അതിനകത്ത് തെളിഞ്ഞല്ലോ. അപ്പം പിന്നെ എന്തിനാ പാസ്റ്ററും കൂടെ ഉള്ളവരും സഭയിൽ അങ്ങനെ പറഞ്ഞെന്താണെന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, ബേബിയും വേറെ ചില ആൾക്കാരെ വേറെ ഒരുത്തനും കൂടെ പാസ്റ്റർക്കെതിരായിട്ട് കുമ്മനാട്ട് പരാതി കൊടുത്തു, അതിന് അവനൊരു പണി കൊടുത്താന്ന് പറഞ്ഞു. ആർക്കാ? ഈ പാസ്റ്ററെ മാറ്റണമെന്ന് പറഞ്ഞ് പരാതി കൊടുത്തു അല്ലേ? പാസ്റ്ററെ മാറ്റണമെന്ന് പറഞ്ഞ് പരാതി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഈ മണ്ണ് മോട്ടിച്ചെന്ന് പറഞ്ഞ് പരാതി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3-4 ലക്ഷം രൂപ ഒന്നിച്ച് പാസ്റ്റർ അവിടുന്ന് ഒന്നിച്ച് കൈവശം വെച്ച് പുള്ളി പലിശയ്ക്ക് കൊടുത്ത് കൈകാര്യം ചെയ്തു. ഈ കാര്യങ്ങളൊക്കെ കാണിച്ച് ഞങ്ങൾ കുമ്മനാട് ഡിസ്ട്രിക്ട് പരാതി കൊടുത്തിട്ടുണ്ട്. ഈ വത്സന സെന്ററിന്റെ വെണ്ണിക്കുളം ചർച്ചിന്റെ എന്തോ ഉത്തരവാദിത്തമുള്ളത്? പുള്ളി കുമ്മനാട് ഡിസ്ട്രിക്ട് പാസ്റ്ററാ. സെൻട്രൽ പാസ്റ്റർ? കുമ്മനാട് സെൻട്രൽ പാസ്റ്ററാ. അപ്പം ഈ കാര്യങ്ങളൊക്കെ കാണിച്ച് ഞങ്ങൾ വത്സന എബ്രാഹിമിനും സെൻട്രൽ കമ്മിറ്റിക്കും പരാതി കൊടുത്തു. എന്തെങ്കിലും നടപടി ഉണ്ടായോ? അപ്പം സെൻട്രൽ കമ്മിറ്റിക്ക് പരാതി കൊടുത്തു. സെൻട്രൽ കമ്മിറ്റി കൂടി സെൻട്രൽ കമ്മിറ്റിയുള്ള എല്ലാ ആൾക്കാരും പറഞ്ഞു ഈ വിഷയത്തിൽ സെൻട്രൽ കമ്മിറ്റി ഇടപെടണമെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഇടപെടണ്ട, ചർച്ചിന്റെ വിഷയമാ, മേമല ചർച്ചിന്റെ വിഷയമാ, അത് ചർച്ചുകാർ പരിഹരിച്ചുകൊള്ളുമെന്ന് മിനിറ്റ്സ് ഉണ്ടാക്കി. അങ്ങനെ മിനിറ്റ്സ് ഉണ്ടാക്കിയ പിന്നെ സെൻട്രൽ കമ്മിറ്റിക്ക് പരിഹരിക്കാൻ പറ്റത്തില്ലല്ലോ. ഇങ്ങനെ സെൻട്രൽ പാസ് പറയുന്ന പോലെ ഉള്ള കാര്യങ്ങൾ അങ്ങനെ മിനിറ്റ്സ് ഉണ്ടാക്കി. അപ്പം ബ്ലസൻ കുഴിക്കാലയാണ് സെൻട്രൽ സെക്രട്ടറി. ബ്ലസൻ കുഴിക്കാലയുടെ ഒരു വോയിസ് മെസ്സേജ് ഞങ്ങൾക്ക് കിട്ടി, അച്ഛാ ഇതുപോലൊക്കെ ഞങ്ങൾ ഇടപെടണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സെൻട്രൽ കമ്മിറ്റി അങ്ങനെ മിനിറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നും പറഞ്ഞ് ബ്ലസന്റെ ഒരു വോയിസ് മെസ്സേജ് ഞങ്ങളുടെ ഉണ്ട്. എന്നിട്ട് ഈ കാര്യങ്ങളിലൊന്നും സെൻട്രലിന് പരാതി കൊടുത്തിട്ട് അവർ ഇടപെട്ടില്ല, ചർച്ച നോക്കിക്കോളൂ എന്നും പറഞ്ഞു. ഇവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാ. അങ്ങനെ ഈ ബേബിയുടെ ഭാര്യ ഒരു പരാതി അതിനു മുമ്പായിട്ട് ഞങ്ങളെ 7 പേര് എൽഡേഴ്സിന്റെ ഒരു മീറ്റിംഗ് വിളിച്ച് പാസ്റ്ററെ വിളിച്ചിട്ട് പാസ്റ്ററോട് ഈ കാര്യങ്ങളെല്ലാം പരിഹരിക്കണം എന്നും പറഞ്ഞ് പാസ്റ്ററോട് പറഞ്ഞു. അപ്പം ബേബി അടുത്ത ഞായറാഴ്ച അവിടെ പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി അതിനു മുമ്പായിട്ട് ഈ വിഷയങ്ങളൊക്കെ പരിഹരിക്കണം എന്നും പറഞ്ഞ് ഞങ്ങൾ 8 പേര് കൂടി ഒരു എൽഡേഴ്സിന്റെ ഒരു മീറ്റിംഗ് പാസ്റ്റർ ചർച്ചിനകത്ത് വിളിച്ച് പാസ്റ്ററോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പാസ്റ്റർ എട്ടെങ്കിലും അടുക്കത്തില്ല. പാസ്റ്റർക്ക് ഈ നമ്മുടെ ഓഫീസിന്റെ മാനേജർ ഉണ്ടല്ലോ, പുറത്താക്കിയ ഓഫീസ് മാനേജർ, ഈ എന്തോന്ന് അടിച്ചു മാറ്റിയ പുള്ളി, വെബൊക്കെ അടിച്ചു മാറ്റിയ പുള്ളി, പുള്ളി ഓഫീസ് മാനേജർ കുമ്മനാട് സ്റ്റേറ്റിന്റെ എന്താണ് സഭയുടെ വെബ്സൈറ്റ് അടിച്ചു മാറ്റിക്കൊണ്ടുപോയോ? ഞങ്ങളെ IPC സ്റ്റേറ്റിന്റെ വെബ്സൈറ്റും കമ്പ്യൂട്ടറും പിന്നെ അതിന്റെ കംപ്ലീറ്റ് അനുബന്ധ രേഖകളെല്ലാം പുള്ളി അടിച്ചു മാറ്റി പുള്ളിയുടെ പേരിലാക്കി. അതൊക്കെ അങ്ങനെ ഒരു വിഷയമുണ്ട്. അപ്പം പുള്ളിക്കാരനെ സ്റ്റേറ്റ് ഓഫീസ് മാനേജർ എന്നുള്ള രീതിയിൽ പാഷന്മാരെയൊക്കെ കയ്യിലെടുക്കും. ഇങ്ങനെ ചെൽപ്പടിക്കും പാഷന്മാരെയൊക്കെ നിർത്തിയേക്കുക. അപ്പം അങ്ങനെ ഈ പുള്ളിക്കാരൻ പാഷയോട് പറഞ്ഞു ഒരു കാരണവശാലും ഇതിനെ ഇടപെടരുത്, കോംപ്രമൈസ് ആക്കരുതെന്നും പറഞ്ഞ് അങ്ങനെ അന്ന് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെ നിങ്ങളെല്ലാം ഈ പ്രശ്നമൊന്നും സംസാരിച്ച് തീർക്കണമെന്ന് പറഞ്ഞിട്ടും പാസ്റ്റർ കൂട്ടാക്കിയില്ല. പിറ്റേ ദിവസം ഇതിന്റെ ഈ ഇവരുടെ പരിപാടിക്കിടയിലാണ് പുള്ളി സ്റ്റേജിൽ കയറി എന്തോ ചെവി പറഞ്ഞത്, ചീത്ത വിളിക്കുമായിരുന്നോ? അല്ല, ചീത്തൻ വിളിക്കാൻ പുള്ളിയല്ല, ചെവി പറഞ്ഞത്
ആ വിഷയം പരിഹരിക്കുന്നത്. എൻ്റെ ഭാര്യ അവൾ ലെറ്റർ കൊടുത്തത് എൻ്റെ ഭർത്താവിനെ കള്ളനാക്കി സഭ ചിത്രീകരിച്ച് നിങ്ങൾ പ്രസ്താവന ഇറക്കി. അതുകൊണ്ട് ആ കാര്യം പരിഹരിക്കണം. അതിന് എൻ്റെ ഭർത്താവ് കള്ളനല്ല എന്ന് തെളിഞ്ഞുകൊണ്ട് ആ കാര്യം സഭയെ പ്രസ്താവിക്കണമെന്നേ അവർ ലെറ്റർ കൊടുത്തുള്ളൂ. ആ കാര്യമായി പുള്ളിക്കാരൻ ചെന്ന് പറഞ്ഞത്. ഇവരെ ഒന്നും കൂട്ടാക്കിയില്ല. ഈ ഓഫീസ് മാനേജരാ ഇതിനെല്ലാം കൂട്ടുനിന്നത്. അപ്പം പാസ്റ്റർക്ക് വേറൊരു ഉദ്ദേശമുണ്ട്. ഈ ഓഫീസ് മാനേജരെയും ഇവരെല്ലാം കൂടെ കൂട്ടി 5 വർഷമായി. അപ്പം പുള്ളിക്കാരൻ 2 വർഷം കൂടെ അവിടുന്ന് ട്രാൻസ്ഫർ ഇല്ലാതെ ഒത്തിരി വരുമാനമുള്ള സഭയാണ്. അപ്പം പുള്ളിക്കാരൻ 2 വർഷം കൂടി ഇരിക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ കളിച്ച കളിയായത്. ഈ പാസ്റ്റർ ബിനു, ഈ ബിനു മാത്യു എന്ന് പറയുന്ന പാസ്റ്റർ. അന്നേരം ഇത് ആസൂത്രണം ചെയ്ത് തന്നെയാണോ അയക്കട്ടെ അടിച്ചത് ഇറങ്ങി വന്നപ്പോഴത്തേക്കും? അവര് പ്ലാൻ ചെയ്തതാ. അവര് കാര്യം ഒരിക്കലും സഭായോഗത്തിന് വരാത്ത ആൾക്കാരെ അന്ന് അവർ സഭായോഗത്തിന് വരുത്തി. ആ ഒരു കൊച്ചു ചെറുക്കനുണ്ടല്ലോ പുറകിന്ന് പുറമോട്ട് പിടിക്കുന്നവനൊക്കെ, അവരൊന്നും ഒരിക്കലും സഭായോഗത്തിന് വരുന്നവരല്ല. ഇവർ നേരത്തെ പ്ലാൻ ചെയ്ത് ഇവരെ എല്ലാം സഭായോഗത്തിന് വിളിച്ചു വരുത്തതാ. അങ്ങനെ ആ വിഷയം അങ്ങനെ ഉണ്ടായി. വിഷയം പരിഹരിച്ചതിന് ശേഷം എനിക്കും ഈ ബേബിക്കും വേറൊരാൾക്കുമെതിരായിട്ട് കാരണം കാണിക്കൽ നോട്ടീസ് വന്നു. കാരണം കാണിക്കൽ നോട്ടീസ് വരാൻ കാര്യം ഞാനായിരുന്നു ഈ ഇന്റേണൽ ഓഡിറ്റർ. ഞാനായിരുന്നു. സഭ എന്നെയാ വെച്ച് ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ ഈ പ്രാവശ്യം അല്ല, കഴിഞ്ഞ പൊതുയോഗത്തിന് വാർഷിക റിപ്പോർട്ട്. അപ്പം ഞാൻ ഓഡിറ്റ് പരിശോധിച്ചപ്പോഴേ മിനിറ്റ്സ് ബുക്ക് ആവശ്യപ്പെട്ടു. കാര്യം ഇവരെന്തെങ്കിലും കാര്യങ്ങളൊക്കെ മിനിറ്റ്സിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് വേണമല്ലോ ഓഡിറ്റ് ചെയ്യാന്. മിനിറ്റ്സ് ബുക്ക് ആവശ്യപ്പെട്ട് എനിക്ക് മിനിറ്റ്സ് ബുക്ക് തന്നില്ല. പിന്നെ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഉണ്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ. എത്ര രൂപ ഉണ്ട് എന്തുവാന്ന് ഫിക്സഡ് ഡിപ്പോസിറ്റിന്റെ റെസിപ്റ്റോ കോപ്പിയോ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞിട്ട് ഇവരത് തന്നില്ല. പിന്നെ അങ്ങനെ ഞാൻ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി ചോദിച്ച രേഖകളൊന്നും തന്നില്ല. അപ്പം ഞാൻ എൻ്റെ മിനിറ്റ്സിനകത്ത് എൻ്റെ റിപ്പോർട്ടിനകത്ത് എഴുതി ഇന്ന രേഖകളാണ് ലഭിച്ചത്. ലഭിച്ച രേഖകൾ അനുസരിച്ചാണ് ഞാൻ ഓഡിറ്റ് ചെയ്തേക്കുന്നത്. ഇന്ന രേഖകൾ ലഭിക്കേണ്ടിയിരുന്നു. അവർ തന്നില്ലെന്ന് എഴുതിയില്ല. ഇന്ന രേഖകൾ ലഭിക്കേണ്ടിയിരുന്നു എന്ന് ഞാൻ എഴുതി. അതുപോലെ തന്നെ അതിനകത്ത് ഒരു 4 ലക്ഷം രൂപയുടെ തിരിമറി നടന്ന കാര്യം ഇത്രയും രൂപ കൈവശം വെച്ചിരുന്നു, കാരണം കൂടാതെ ഇത്രയും രൂപ കൈവശം വെച്ചിരുന്നു. അതിന് ന്യായീകരണങ്ങളൊന്നുമില്ല. പാസ് എന്ന് പറഞ്ഞാൽ ട്രഷറർ എടുത്തുകൊണ്ട് അവനകത്ത് പങ്കൊന്നുമില്ല. ഇവരെയൊക്കെ സ്റ്റാമ്പാ. അവരെയൊക്കെ പാസ് വെച്ചതാ, സഭ തിരഞ്ഞെടുത്തതല്ല. അത് കഴിഞ്ഞ് എന്നെയും ഈ ബേബിയെയും ആൽവിൻ എന്ന് പറയുന്ന ഞങ്ങൾക്ക് 3 പേർക്കെതിരായിട്ട് കാരണം കാണിക്കൽ നോട്ടീസ് തന്നു. കാരണം ഞങ്ങളെ പിൻ പോയിന്റ് ചെയ്യാം. അവരൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുകയൊക്കെ ചെയ്യും. ഞാനൊന്നും പറയത്തൊന്നുമില്ല. പക്ഷേ ഞാൻ ഈ ഓഡിറ്റ് റിപ്പോർട്ടിനകത്ത് ഈ കാര്യങ്ങളൊക്കെ ഈ വാർഷിക റിപ്പോർട്ടിനകത്ത് ഈ എൻ്റെ ഫൈൻഡിങ്സ് ഞാൻ എഴുതി. അവരെന്നെ ടാർഗറ്റ് ചെയ്ത് ഞങ്ങൾക്ക് 3 പേർക്കും കൂടെ കാരണം കാണിക്കൽ നോട്ടീസ് തന്നു. കാരണം കാണിക്കൽ നോട്ടീസ് തന്നേച്ച് അന്ന് തന്നെ അതേ ഡേറ്റിൽ സെയിം ഡേറ്റിൽ തന്നെ ഇവര് പത്തനംതിട്ട SP പരാതി കൊടുത്തു. ഞങ്ങളെ സഭയിലെ പ്രശ്നം ഉണ്ടാക്കുന്നവരാണെന്നും അന്ന് പോലീസ് വന്നതിന് കാരണക്കാരൻ ഞങ്ങൾ 3 പേരുമാണ്, അതുകൊണ്ട് ഞങ്ങളുടെ മൊബൈൽ പരിശോധിക്കാൻ പോലീസിനെ വിളിച്ചത് ഇവരാണെന്ന് സ്ഥാപിച്ച് അവർക്ക് റിപ്പോർട്ട് കൊടുക്കണമെന്നും പറഞ്ഞ് അവർ SP പരാതി കൊടുത്തു. SP ആ പരാതി കോയിപ്പുറം പോലീസ് സ്റ്റേഷനിൽ വിട്ടു. കോയിപ്പുറം പോലീസ് സ്റ്റേഷൻ ഞങ്ങളെ വിളിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കാര്യം പറഞ്ഞു. SP സർക്കിളിന്റെ കാര്യം മനസ്സിലായി. ഇവരുടെ കുറ്റമില്ലെന്ന് സർക്കിള് ഞങ്ങളെ അവിടെ എഴുതിയേപ്പിച്ച് ഞങ്ങളെ വിട്ടു. അത് കഴിഞ്ഞ് ഇവരുടെ പണി നടന്നില്ലല്ലോ. നിങ്ങൾക്ക് അപ്പം കാരണം കാണിക്കൽ നോട്ടീസ് വന്നു. SP എടുക്കെ ചെന്ന് കാരണമെല്ലാം ബോധിപ്പിച്ചു. ഇവരും ഉണ്ടായിരുന്നു, കമ്മിറ്റിക്കാരെല്ലാവരും ഉണ്ടായിരുന്നു, പാർഷവും ഉണ്ടായിരുന്നു. അവിടെ ആ വിഷയം പരിഹരിച്ചിറങ്ങിയാൽ പിന്നെ കാരണം കാണിക്കൽ നോട്ടീസിൽ പിന്നെ മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഈ കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി കൊടുത്തില്ല. അപ്പം കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി കൊടുത്തില്ല. ഇത്ര ദിവസമായി 7 ദിവസത്തിലേക്ക് മറുപടി തരണം, അതുകൊണ്ട് തന്നില്ല. അതുകൊണ്ട് നിങ്ങളെ സഭയിൽ നിന്ന് പുറത്താക്കുന്നു. ഞങ്ങൾക്ക് പുറത്താക്കൽ നോട്ടീസ് തന്നു. പുറത്താക്കൽ നോട്ടീസ് തന്ന് ഞങ്ങൾക്ക് 7 പേർക്ക് പുറത്താക്കൽ നോട്ടീസ് തന്നപ്പോൾ ഞങ്ങൾ അതിനകത്തെ ഞങ്ങളുടെ IPC സഭയുടെ ചില നിയമവശങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി അത് നിലനിൽക്കുന്നതല്ല, ഞങ്ങളത് അംഗീകരിക്കത്തില്ലെന്ന് ഞങ്ങൾ 3 പേരും കൂടി എഴുതി ചർച്ചിന് കൊടുത്തു.
ചർച്ചിന് കൊടുത്തു കഴിഞ്ഞ് അപ്പം ഇവരിന്ന് കൊടുത്തു കവിയേറ്റ് ഞങ്ങൾ കോടതിയിൽ പോയാൽ കേസ് അവരെ കൂടാതെ എടുക്കാതിരിക്കാൻ വേണ്ടി ഇവര് പത്തനംതിട്ട 2 കോടതിയിൽ നിന്നും തിരുവല്ലയിലെ മുൻസിഫ് കോടതിയിൽ നിന്നും പിന്നെ മറ്റേ കോടതിയിൽ നിന്നും ഇവരെ കവിയേറ്റ് എടുത്തു. ഈ കവിയേറ്റ് എടുത്തത് KP കുര്യന്റെ മോനാ. അടിപിടി കേസിലെ അടിപിടി കേസിലെ മോനാ. അപ്പനും മോനും അവനാ ഞങ്ങൾക്കെതിരായിട്ട് കവിയേറ്റിട്ടേക്കുന്നത്. അപ്പം സ്റ്റാറ്റസ് എന്താ? കേസിന്റെ സ്റ്റാറ്റസ് എന്താ? നിങ്ങൾ പുറത്ത് ഇവന്മാരുടെ പൈശാചിക സഭയ്ക്ക് പുറത്തായോ അതാകത്തോ? ആരെ? നിങ്ങളുടെ അവസ്ഥ ഇപ്പൊ എന്താണ്? പൈശാചിക സഭയുടെ പുറത്തോ അകത്തോ? ഞങ്ങൾ സഭയ്ക്ക് പുറത്താണ്. സഭയ്ക്ക് പുറത്ത് ഞങ്ങൾ 3 പേരും കൂടെ തിരുവല്ല മുൻസിഫ് കോടതിയിൽ കേസ് കൊടുത്തു കഴിഞ്ഞപ്പോഴായി സമ്മർ വെക്കേഷൻ ആയതുകൊണ്ട് കോടതി അവധിയായിപ്പോയി. ഇപ്പം 13-ാം തീയതിക്ക് 12-ാം തീയതി 13-ാം തീയതിക്ക് ഞങ്ങളുടെ കേസ് അവധിക്ക് വെച്ചേക്കുക. അന്നേരം ചുരുക്കം പറഞ്ഞാൽ നിങ്ങളെ ഇവന്മാരെ പുറത്താക്കി അതിനെതിരെ നിങ്ങളെ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അങ്ങനെ കേസ് നടക്കുകയാണ്. സ്വന്തം രക്തത്തോട് കരുണ കാണിക്കാത്ത മുടിഞ്ഞ വിശുദ്ധിയും വേർപാടും പ്രസംഗിക്കുന്ന ഇവന്മാർ പെന്തക്കോസ്തോ വെറും ചന്തക്കോസ്തോ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.